ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്പൈസ് വേൾഡ്. ഇന്ന് നമ്മൾ പോകുന്നത് വയനാട്ടിലേക്കാണ്. വയനാട്ടിലേക്ക് നമ്മൾ ഒരുപാട് പ്രാവശ്യം പല സ്ഥലത്തായിട്ട് പോയതാണ്. പക്ഷേ ഇത് ബോച്ചയുടെ 1000 ഏക്കറും അതിന് ചുറ്റുപാടുള്ള പബ്ബും ഒക്കെ കാണാനാണ് പോകുന്നത്. ബോച്ച അവിടെ ഉണ്ടാവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുമെന്ന് അറിയില്ല. ചുരം കയറി നമ്മൾ എത്തുന്ന ടൗണ് വൈത്തിരിയാണ്. വൈത്തിരി കഴിഞ്ഞ് കുറച്ചുകൂടി മുമ്പോട്ട് കഴിഞ്ഞാൽ ചുണ്ടയിലെത്തും. ചുണ്ടയിൽ നിന്നും വലതു ഭാഗത്തേക്ക് മേപ്പാടി റോഡുണ്ട്. അതിന് 15 കിലോമീറ്റർ മേപ്പാടി റോഡ് പോയി കഴിഞ്ഞാൽ നമ്മൾ മേപ്പാടി ടൗണിലെത്തും. അവിടെ നിന്നും ഒരു 8 കിലോമീറ്റർ വലതോട്ടേക്കുള്ള റോഡിന് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബോച്ചയുടെ 1000 ഏക്കറിന്റെ എൻട്രൻസ്. നല്ല ഭംഗിയുള്ള സ്ഥലം, ചുറ്റും പച്ചപ്പ്, റോഡിന്റെ ഇരുവശങ്ങളിലും തേയിലത്തോട്ടം. തേയിലത്തോട്ടത്തിന്റെ മലകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഇവിടെ സിപ്പ് ലൈൻ, സ്കൈ സൈക്ലിംഗ്, അങ്ങനെ എന്റർടൈൻമെന്റ് ഒരുപാടുണ്ട്. ഇതാണ് ബബിൾ ഹൗസ്. ഇവിടെ താമസിക്കാൻ 10,000 പ്ലസ് ടാക്സും വരുന്നുണ്ട്. തേയിലത്തോട്ടത്തിന്റെ നടുവിൽ ആകാശം കണ്ട് നമുക്ക് ഉറങ്ങാം. താഴെ കുറെ ടെന്റുകളുണ്ട്. അതിന് ഒരു ടെന്റിന് 1000 രൂപയും പ്ലസ് ടാക്സ് ആണ് വരുന്നത്. ഇത് തികച്ചും എയറിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിന്റെ ഉള്ളിലുള്ള എയറിന്റെ പ്രഷർ കുറയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് മോട്ടർ ഓൺ ആവുകയാണ് ചെയ്യുക. നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഹണിമൂൺ ട്രിപ്പ് ഒക്കെ വന്ന് നിൽക്കാനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഇതിന്റെ മേൽഭാഗം ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഷീറ്റ് കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറങ്ങുമ്പോഴും കിടക്കുമ്പോഴൊക്കെ ആകാശം നോക്കി കിടന്നുറങ്ങാം. ഇതൊക്കെ കണ്ട് ഞങ്ങൾ താഴോട്ടൊക്കെ ഇറങ്ങി. താഴെയാണ് ബോച്ചെ പബ് ഉള്ളത്. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ നമ്മളെ ആള് വരുന്നുണ്ട്, ഒരേ ഒരു രാജാവ്. ഇതാണ് നമ്മളെ ബോച്ചെ. ബോച്ചെ അന്ന് അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് കോടീശ്വരനാണെങ്കിൽ പോലും അതിൻ്റെ ഒന്നും ജാട കാണിക്കാത്ത ഒരു എളിമയുള്ള മനുഷ്യൻ, പാവങ്ങളുടെ രാജാവ് ബോച്ചെ. അങ്ങനെ നമ്മൾ ബോച്ചനെ കണ്ട് സംസാരിച്ച് അവിടെ പബ്ബിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ. ഒരുപാട് ഐറ്റംസുകളുണ്ട്, കറികളും എല്ലാ ഐറ്റംസുകളുണ്ട് അവിടെ. ഞങ്ങൾ പോയെന്ന് നല്ല തിരക്കുണ്ടായിരുന്നു. അന്ന് ബോച്ച അവിടെ വന്നതുകൊണ്ട് ബോച്ചന്റെ തന്നെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. സ്റ്റേ ചെയ്യാൻ നിന്നില്ല. സ്റ്റേ ചെയ്യാൻ വേറൊരു ദിവസം വരാൻ വേണ്ടിയിട്ട് നമ്മൾ വിചാരിച്ചു. നമ്മൾ നാട്ടിലേക്ക് പോയി.